ശ്രീ ഷാജി രാഘവൻ മറുപടി നൽകുക. ഈ മണ്ഡല പുനർനിർണയം മാത്രമല്ല, ഇപ്പോൾ ഈ കേന്ദ്ര നികുതികളുടെ നമുക്ക് കിട്ടാനുള്ള വീതം വെപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേരളവും തമിഴ്നാടുമാണ്. അതിന് കാരണം വിദ്യാഭ്യാസപരമായും ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മുന്നിലാണ് എന്നുള്ളതാണ്. ആ അനുഭവം അവിടെ നിൽക്കുന്നു. ഇനി ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുന്ന കടുംപിടുത്തം മൂലമുള്ള നിലപാടുകൾ ഒരു വശത്ത് നിൽക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അനുഭവം ഒരു വശത്ത് നിൽക്കുന്നത്. അപ്പോഴാണ് താങ്കൾ പറയുന്നത് അങ്ങനെയല്ല, എല്ലാം പരിഗണിച്ച് എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങളും എടുത്തുകൊണ്ടായിരിക്കും ഒരു തീരുമാനമെന്ന്. എങ്ങനെ വിശ്വസിക്കും? അല്ല സ്മൃതി, എനിക്ക് 2-3 ചോദ്യത്തിന് മറുപടി പറയണം. എനിക്ക് ഇത്തിരി സമയം തരണേ. ഇവിടെ എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. എന്തായാലും ഷിബു മീരാനും ബഹുമാന്യനായ വസീഫും അവരൊരു കാര്യം സമ്മതിക്കുന്നു. അടുത്ത കാലത്തെങ്ങും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല. അവിടെയുള്ള BJPയുടെ ഇന്നത്തെ പ്രസക്തി ഒരു കാരണവശാലും അടുത്ത സമീപ ഭാവിയിൽ പോലും അവിടെ BJPക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ സാധിക്കില്ല എന്നുള്ള പരസ്യമായ സമ്മതത്തെ എനിക്ക് വലിയ സന്തോഷമുണ്ടത്. ഞങ്ങൾ അങ്ങനെയൊന്നും കരുതുന്നില്ല. ജനാധിപത്യത്തിൽ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനൊന്നും ഞങ്ങൾ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിനെ സംബന്ധിച്ചുള്ള ഇന്ന് കാണുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഈ 2031 എന്നൊന്നും നമ്മൾ കരുതിക്കൂടാ. ഞാനത് എൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വരും. സ്ഥിരമായി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അധികാരത്തിലിരിക്കാനാണ് ഇത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് വളരെ വിശദമായി 2002 പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ടാണ് ഈ ആക്റ്റൊക്കെ തന്നെ നിലവിൽ വന്നിരിക്കുന്നത്. സ്മൃതി, ഇപ്പോഴത്തെ ഒരു മോഹൻ വർഗീസ് സാർ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് 2002 അവസാനത്തെ ഡെലിമിറ്റേഷൻ നടക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഡെലിമിറ്റേഷൻ എന്ന് പറയുന്ന അതായത് ആ വർഷം എന്ന് പറയുന്നത് 1971. അന്നത്തെ ജനപ്രാതിനിധ്യം അനുസരിച്ചാണ് ഇപ്പോഴത്തെ MP മാരുടെ കണക്ക്. അന്ന് 6 ലക്ഷം ജനങ്ങൾക്കാണ് ഒരു MP. ഇന്നതൊരു ശരാശരി 18 ലക്ഷമായിട്ടുണ്ട്. അപ്പോൾ ജനപ്രാതിനിധ്യം ഫലപ്രദമാകാൻ ഇതൊരു പാരാമീറ്റർ ആവണം, മറ്റു പലതിൻ്റെയും കൂടി ഇതൊരു പാരാമീറ്റർ ആവണം എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകുന്ന. പക്ഷേ അത് മാത്രമാവുമോ എന്നുള്ളതൊക്കെ വരാൻ പോകുന്ന ചർച്ചകളിലാണ്. ഈ പറയുന്ന കമ്മീഷൻ നിലയിൽ വന്നതിന് ശേഷം കേരളത്തിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള കേരളത്തിലെ സ്പീക്കർ നിർദ്ദേശിക്കുന്ന MP മാരും MLA മാരുമായിട്ട് വരെ ആലോചിച്ചിട്ടാണ് ഈ തീരുമാനങ്ങളിലേക്ക് എത്തുക. ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ ഒരു വലിയ സമ്മേളനമൊക്കെ നടക്കുന്നു. ആ സമ്മേളനത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഫെഡറലിസം കൂട്ടിക്കെട്ടുക, അതുമായിട്ട് കേന്ദ്ര അവഗണന കൂട്ടിക്കെട്ടുക, എന്താ ഇതിന് യാഥാർത്ഥ്യമുള്ളത്? ഇതാരോ പുതിയതായിട്ട് അമിത്ഷാ കേന്ദ്ര ഗവൺമെൻറ് പുതുതായിട്ട് കൊണ്ടുവന്ന എന്തോ ഒരു നിയമമാണ്, പുതുതായിട്ട് നടപ്പിലാക്കാൻ പോകുന്നൊരു പദ്ധതിയാണ്. ഈ രാജ്യത്ത് സെൻസസ് നടക്കുകയും അതിനുശേഷം ഡീലിമിറ്റേഷൻ പ്രോസസ്സിലോട്ട് കടക്കുകയും അക്കാര്യത്തിൽ പിന്നെ അന്തിമമായി ചില തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും 72 പ്രാതിനിധ്യം അനുസരിച്ചാണല്ലോ പോകുന്നത്. അപ്പോൾ 50 വർഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് മാറ്റം ഉണ്ടാവണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടും. അതിനൊന്നും ഒരു സംശയം വേണ്ട. തമിഴ്നാട്ടിലെ മീറ്റിങ്ങിൻ്റെ സാഹചര്യം ഇതൊന്നുമല്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേന്ദ്ര അവഗണനയും ഫെഡറലിസവും ഒക്കെ ഇവർ പറയുമ്പോൾ ആത്യന്തികമായി ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ തെക്കേ ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ ഈ തെക്കും വടക്കും വേർതിരിച്ചുകൊണ്ട് അത് പണ്ട് തൊട്ട് തമിഴ്നാടിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക വാസനയുള്ളതാണ്. നമുക്കറിയാം, പല വിഷയങ്ങളിലും തമിഴ്നാട് നിലപാടെടുത്തിട്ടുണ്ട്. അത് രാജ്യത്തിൻ്റെ പുരോഗതിക്കും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ചേർന്ന് നിൽക്കുന്നതാണ് എന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട്. കാരണം എക്കാലത്തും തമിഴ്നാട് ഇക്കാര്യത്തിലുള്ള നിലപാടെടുത്തു. പക്ഷേ കേരളമൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ചില വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് ഞാൻ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. തമിഴ്നാട്ടിൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോയാലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ കേരളത്തിലൊക്കെ അദ്ദേഹം പോകുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഇതൊന്നുമല്ല. ഇതൊക്കെ ചർച്ച ചെയ്യാൻ സമയമുണ്ടെന്ന് ഇത് വരും. ഇവിടെ കേരളത്തിലെ മലയോര മേഖലയ്ക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയമൊക്കെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തിരുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഇപ്പോഴും ഞാൻ മനസ്സിലാക്കി ഇപ്പോഴും ചെന്നൈയിലുണ്ടെന്നാ. ഇനിയെങ്കിലും സംസാരിച്ചാൽ മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ ആശാവർക്കർമാരുടെ കാര്യത്തിന് പോയിട്ട് ഉഗാണ്ടയിൽ കിടന്ന ഏതോ പ്രസിഡന്റിൻ്റെ അത്താഴം കഴിഞ്ഞ് തിരിച്ചു വന്ന അവസ്ഥയേ ഉണ്ടാവുള്ളൂ. കേരളത്തിന് ഗുണപരമായ ഒരു നേട്ടവും ഈ തരത്തിലുള്ള തമിഴ്നാട്ടിലെ മീറ്റിങ്ങുകളിൽ ഉണ്ടാവും എന്ന് കേരളം ധരിക്കേണ്ട. നമ്മളെ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഇക്കാര്യത്തിൽ നല്ല കൃത്യമായ ബോധ്യമുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ജനസംഖ്യാ അനുപാതത്തിനെ നിങ്ങൾ എതിർക്കുന്നവരെ ഒരു കാര്യം കൂടെ, പ്രത്യേകിച്ച് വസീഫ് ഷിബു മീരാൻ 2 മുന്നണിയെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരൊറ്റ ചോദ്യം എനിക്കുള്ളൂ. അവസാനത്തെ പുനഃസംഘടന നടക്കുന്ന സമയത്ത് 2002 പുനഃസംഘടന നടക്കുമ്പോൾ എൻ്റെ ജില്ല, ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണ്, അന്നാണ് ഈ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലം ഉണ്ടാവുന്നത്. അന്ന് എൻ്റെ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലം നഷ്ടപ്പെട്ടിരിക്കുക ഞങ്ങൾക്ക്, പത്തനംതിട്ട ജില്ലക്കാർക്ക്. അന്ന് മലപ്പുറം ജില്ലയിൽ 4 നിയോജക മണ്ഡലം കൂടിയിട്ടുണ്ട്. ഈ ഇപ്പോൾ വരാൻ പോകുന്ന ഡീലിമിറ്റേഷൻ പാർലമെൻറ്റിൽ നമ്മളിപ്പോൾ പാർലമെൻറ്റിലെ 888 സീറ്റിനെ പറ്റി മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇത് പാർലമെൻറ്റിൽ മാത്രമാണെന്ന് നമ്മൾ കരുതുന്നത് അല്ലല്ലോ. അതിന് തുടർച്ചയെന്നോണം നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങളിലും പുനർവിന്യാസം ഉണ്ടാവും. അന്ന് കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്തിന് കിട്ടിയ 4 സീറ്റ് ഫ്രീസ് ചെയ്യണം എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഇനി വരാൻ പോകുന്ന പുനർനിർണയത്തിൽ മലപ്പുറത്തിന് സ്വാഭാവികമായും വീണ്ടും വർധനം ഉണ്ടാവും. അത് വേണ്ട എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അതുണ്ടെങ്കിൽ അത് പറയൂ.
പാർലമെന്റിലെ കാര്യം മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെടുത്ത ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് നടപ്പിലാക്കാൻ പോകുന്ന ഒരു പരിപാടി, ഒരു പ്രോസസ്, അതിനെപ്പറ്റി ഒരു രാഷ്ട്രീയ വിഷയമാക്കി അത് ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ശ്രമത്തെ അപലനീയം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.